എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. 2 കപ്പ് കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കരിപ്പട്ടി, 1 കഷ്ണം ചുക്ക്, 1 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്. ഇനി ചുക്കും ഏലക്കായും കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കണം. നല്ല പൊടിയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുക്കേ വേണ്ടൂ. ഒന്ന് ചതച്ചെടുക്കാം. ഈ മഴ സമയത്ത് നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ദഹനത്തിനും എല്ലാം ഈ കരിപ്പട്ടി കാപ്പി വളരെയധികം ഗുണം ചെയ്യും. കരിപ്പട്ടി അയൺ കണ്ടൻറ്റ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റി സ്കിൻ നല്ല തിളക്കം കിട്ടുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും എല്ലാം കരിപ്പട്ടി വളരെയധികം ഗുണം ചെയ്യും. ഇതിപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിളപ്പിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാകത്തിന് ചതഞ്ഞാൽ മതിയാകും. ഇനി അതിലേക്ക് ഈ പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കാം, ഫെനൽ സീഡ്സ്. ഇനി ആ 2 കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. 2 കപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേ ആ 1/4 ഗ്ലാസ് വെള്ളം ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വറ്റണം. അപ്പോഴേ അതിൻ്റെ ഗുണം കിട്ടുക. 1/4 ഗ്ലാസ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വിടുക. നല്ലപോലെ തിളച്ചതിന് ശേഷം കരിപ്പട്ടി ഇട്ടാൽ മതിയാകും. ഈ പോഷകങ്ങളുടെ കലവറയാണ് പെരിഞ്ജീരകം. അത് നമുക്ക് ദഹനശക്തി കൂട്ടുന്നതിനും വയറ്റിലുണ്ടാകുന്ന ഗ്യാസ് ഇല്ലാതെയാക്കാനും ഇത് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ വായിലുള്ള ബാക്ടീരിയകളെ നശിപ്പിച്ച് ഇത് വായ്നാറ്റം ഇല്ലാതെയാക്കുന്നതിനും ഈ പെരിഞ്ജീരകം വളരെയധികം ഗുണം ചെയ്യും. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിപ്പട്ടി ഇട്ട് കൊടുക്കാം. മുഴുവൻ കരിപ്പട്ടിയും വേണ്ട, അതിൻ്റെ ഒരു പകുതി മതിയാകും. അപ്പോൾ തന്നെ നോർമൽ മധുരം ഉണ്ടാകും. കുട്ടികൾക്കാണ് കൊടുക്കുന്നെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് കരിപ്പട്ടി ഒന്ന് അതിലേക്ക് അലിഞ്ഞ് വരണം. ഇപ്പോൾ കരിപ്പട്ടി നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടി നമുക്ക് എനർജി ലെവൽ കൂട്ടുന്നതിനും ടൈപ്പ് 2 ഡയബറ്റീസ് കുറയ്ക്കുന്നതിനും ബ്രെയിൻ ഹെൽത്തിനും എല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ഒരു നേരം കോഫി കുടിച്ചാൽ തന്നെ ഫുൾ ഡേയും നല്ല എനർജിയോടെ ഇരിക്കും. ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു കോഫി ആകുമ്പോൾ വളരെ ഹെൽത്തിയാണ്. ഈ മഴ സമയത്ത് നമുക്ക് തൊണ്ടയിലുണ്ടാകുന്ന കഫം കെട്ടുന്നതിനും എല്ലാം ഇത് ഗുണം ചെയ്യും. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് മിക്സ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. ഈ മഴ സമയത്ത് പനി, തൊണ്ടവേദന, തൊണ്ടയിൽ കഫം കെട്ടുന്നത് എല്ലാം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു പ്രതിരോധം എന്ന പോലെ തന്നെ ഇത് കുറേശ്ശെ കുടിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതൊക്കെ വരാതെ തന്നെ നോക്കാൻ പറ്റും. വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാളും വരാതെ നോക്കുന്നത് നമുക്ക് വളരെ ഗുണമായിരിക്കും. ഇനി ഇതിപ്പോൾ കപ്പിലേക്ക് ഒഴിച്ചു ചൂടോടെ തന്നെ കുടിക്കാവുന്നതാണ്. തൊണ്ടവേദനയെല്ലാം ഉള്ളവർക്ക് ഈ ചൂടോടെ കുടിക്കുമ്പോൾ നല്ല ഒരു ആശ്വാസം കിട്ടും.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.